ഹായ് യോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇഫ്താറിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതിനു വേണ്ടി ആദ്യം തന്നെ ബോൺലെസ് പീസ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയ സോസ്, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അത് ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തത്. ഇത് 2 പോളയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു പോളയാണ് വേണ്ടതെങ്കിൽ ഒരു ബ്രസ്റ്റ് പീസിൻ്റെ ഹാഫ് എടുത്താൽ മതിയാവും. ഇനി സെയിം പാനിൽ തന്നെ ഉള്ളി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 വലിയ സൈസ് ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിൽ ഞാൻ എല്ലാ പൊടികളും 1 ടീസ്പൂൺ വീതവും മുളക് പൊടി മാത്രം 1/2 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇവിടെ അടുത്ത് പെരുങ്കളിയാട്ടം നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2 മുട്ട, 1 കപ്പ് മൈദ, 1 കപ്പ് പാല്, 1/2 to 1/4 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 4 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതാണ് കേട്ടോ ബാറ്റർ. ഇങ്ങനെ ആയിരിക്കണം ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. 2 ബാറ്റർ ഞാൻ വേറെ വേറെയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുത്ത് ബാറ്ററിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ മേലെ എല്ലാ ഭാഗത്തേക്കും ആക്കി ഇട്ട് കൊടുക്കാം. അധികം സൈഡിലേക്ക് ആക്കണ്ട. ഫില്ലിങ്ങിൻ്റെ മേലെ കൂടി കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഒരേപോലെ ആകുന്ന വിധത്തിൽ മസാല കവർ ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ വീണ്ടും കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെയായിട്ട് ബാക്കിയുള്ള മുഴുവൻ ബാറ്ററും ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഡെക്കറേഷന് വേണ്ടി തക്കാളിയോ ക്യാപ്സിക്കോ വട്ടത്തിൽ മുറിച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിക്കൻ പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ 2 പോളയും ഇവിടെ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്തായാലും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളിൽ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴുകം പെരുങ്കളിയാട്ടത്തിനോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഫെസ്റ്റിനോ ആരെങ്കിലും വന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ കമൻറ്റ് ചെയ്യണേ. ഇത് ഫെസ്റ്റിന് പോയപ്പോൾ എടുത്ത കുറച്ച് ഷോർട്സാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ഇറ്റ്സ് മീ മിസ്രിയ സൈനിങ് ഓഫ്. ബൈ.